നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ആയിരം നാവാണ് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്. ഏറെ നാളത്തെ രോഗബാധയ്ക്ക് പിന്നാലെ എളമക്കരയിലെ മോഹൻലാലിന്റെ വസതിയിൽ വെച്ചായിരുന്നു അമ്മ ശാന്തകുമാരിയുടെ അന്ത്യം. 90 വയസ്സായിരുന്നു. ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ എത്തി മരണം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങളാൽ ചികിത്സയിലായിരുന്നു മോഹൻലാലിന്റെ അമ്മ. മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ വിയോഗത്തിൽ നിരവധി പേരാണ് അനുശോചനം അറിയിച്ചത്. ഇന്ന് പുലർച്ചെ 5:30 മൃതദേഹം തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടിലെത്തിച്ചത്. അമ്മ മുൻപ് പറഞ്ഞ ആഗ്രഹപ്രകാരം തറവാട്ടു വീട്ടിലാണ് സംസ്കാരം. മോഹൻലാലിന്റെ അച്ഛൻ കെ വിശ്വനാഥൻ നായരും സഹോദരൻ പ്യാരിലാലും ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് സംസ്കാരം. സംസ്ഥാന സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ജയാ തിലക് IAS അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, CPM നേതാവ് EP ജയരാജൻ അടക്കമുള്ളവരും മോഹൻലാലിന്റെ വീട്ടിൽ രാവിലെ തന്നെ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മോഹൻലാലിന് അമ്മയോടുള്ള സ്നേഹം സഹപ്രവർത്തകർക്ക് അറിയാവുന്നതാണ്. പക്ഷാഘാതം വന്ന് അമ്മ കിടപ്പിലായപ്പോൾ വലിയ ദുഃഖത്തിലായിരുന്നു മോഹൻലാൽ. എല്ലാവർക്കും അറിയാവുന്നത് പോലെ അത്രയേറെ പവിത്രമായ ഒരു അമ്മ-മകൻ ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ. മോഹൻലാലിന്റെ കുടുംബവുമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന ആളാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ സിദ്ധു പനക്കൽ. ആ കുടുംബവുമായി തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. അമ്മയ്ക്ക് അസുഖം വരുമ്പോഴാണ് മോഹൻലാൽ ഏറ്റവും അസ്വസ്ഥനായി കാണപ്പെടാറുള്ളതെന്ന് സിദ്ധു കുറിച്ചു. സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ലാലേട്ടന്റെ കൂടെയാണ്. വണ്ടിയിൽ കയറിയാൽ ലാലേട്ടൻ ആദ്യം വിളിക്കുക അമ്മയെയാണ്. അമ്മയോട് സംസാരിച്ചതിന് ശേഷം സുചിത്ര ചേച്ചിയെ വിളിക്കും. അമ്മയുടെ അസുഖത്തിന്റെ ആദ്യകാലത്ത് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ലാലേട്ടൻ ഒപ്പമുണ്ടായിരുന്നു. ഹോസ്പിറ്റലിലാണ് അദ്ദേഹം താമസിച്ചത്. ആശീർവാദിന്റെ ഒരു സിനിമ നടക്കുന്ന സമയമായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നാണ് അദ്ദേഹം ഷൂട്ടിങ്ങിന് വന്നിരുന്നത്. ഷൂട്ട് കഴിഞ്ഞാൽ തിരികെ ആശുപത്രിയിലേക്കാണ് പോയിരുന്നത്. അമ്മയ്ക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ അമ്മയെ നോക്കുന്ന ചേച്ചിയെ വിളിച്ച് അമ്മയുടെ കാതിൽ ഫോൺ വെച്ച് കൊടുക്കാൻ പറയും. എന്നിട്ട് ലാലേട്ടൻ സംസാരിക്കും. സുചിത്ര ചേച്ചി അമ്മയുടെ അടുത്ത് ഇല്ലാത്തപ്പോൾ ലാലേട്ടൻ സുചിത്ര ചേച്ചിയെ വിളിച്ചാൽ ആദ്യം ചോദിക്കുക അമ്മയെ വിളിച്ചോ സംസാരിച്ചോ എന്നാണ്. ഒരു സാധാരണ അമ്മ-മകൻ ബന്ധമായിരുന്നില്ല, അതിലും ദിവ്യത്വമുള്ള എന്തോ ഒന്ന്. ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് സമയത്ത് അമ്മ വീണ്ടും ഹോസ്പിറ്റലിലായപ്പോൾ ലാലേട്ടൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എപ്പോഴും വിവരങ്ങൾ വിളിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കും. ഫോണിൽ ഡോക്ടർമാരുമായി സംസാരിക്കും. ഒഴിവ് കിട്ടുമ്പോഴെല്ലാം തൊടുപുഴയിൽ നിന്ന് എറണാകുളത്ത് പോയി അമ്മയെ കാണും. ബെറോസിന്റെ ഡബ്ബിംഗ് സമയത്ത് ഒരു ദിവസം ലാലേട്ടന്റെ കൂടെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയെ കാണാൻ പറ്റുമോ? കാണാലോ, അതിനെന്താ, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് ലാലേട്ടൻ. അല്ല, പുറത്തുനിന്ന് ഒരാൾ കാണാൻ വരുമ്പോൾ വല്ല ഇൻഫെക്ഷനോ മറ്റോ പൂർത്തിയാക്കാൻ ലാലേട്ടൻ സമ്മതിച്ചില്ല. ഒരു കുഴപ്പവുമില്ല, കാണാമെന്ന് മറുപടി. വീട്ടിലെത്തിയ ഉടനെ അമ്മയുടെ മുറിയിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുപോയി. അമ്മയ്ക്ക് മനസ്സിലായോ? നമ്മുടെ തിരുവനന്തപുരത്തെ വീട്ടിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ള ആളാണ് സിദ്ധാർത്ഥൻ. ചെറിയ മൂളലൂടെ വളരെ പതുക്കെ അമ്മ തല ഒന്നനക്കി. ആന്റണിക്കും തീരാ ദുഃഖമായിരിക്കും ഈ മരണം. ആന്റണിയുടെ മറ്റൊരു അമ്മയായിരുന്നു ലാലേട്ടന്റെ അമ്മ. ലോകം പോറ്റിയ ഒരു മകന് ജന്മം നൽകാൻ കഴിഞ്ഞ ഈ അമ്മ മഹാഭാഗ്യവതിയാണ്. ആ ഭാഗ്യം മരണത്തിലും അമ്മയെ പിന്തുടരുന്നുണ്ട്. ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ്. അമ്മയുടെ യാത്ര നേരെ സ്വർഗത്തിലേക്ക്. സഹോദരന്റെ മരണസമയത്ത് പരസ്പരം ആശ്വസിപ്പിക്കാനും ചേർത്ത് നിർത്താനും ലാലിന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അച്ഛന്റെ മരണസമയത്ത് അമ്മയും. ഇനി എപ്പോഴും അമ്മയെ കാണണം, അമ്മ അടുത്തുണ്ടാകണമെന്ന് ആഗ്രഹിച്ച മകന് വേർപാടിന്റെ ഈ ദുഃഖം സഹിക്കാനുള്ള ശക്തി നൽകാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ലാലേട്ടന്റെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നു എന്നാണ് സിദ്ധു പനക്കൽ കുറിച്ചത്. അച്ഛനെയും ജ്യേഷ്ഠനെയും നഷ്ടപ്പെട്ട ശേഷം മോഹൻലാലിന്റെ ലോകം അമ്മ ശാന്തകുമാരിയായിരുന്നു. ആദ്യം താരത്തിന് നഷ്ടപ്പെട്ടത് സഹോദരൻ പ്യാരിലാലിനെയായിരുന്നു. 2000-ലാണ് പ്യാരിലാൽ അന്തരിച്ചത്. അന്ന് 40 വയസ്സ് മാത്രമായിരുന്നു മോഹൻലാലിന്റെ പ്രായം. 7 വർഷങ്ങൾക്കിപ്പുറം അച്ഛൻ വിശ്വനാഥൻ നായരെയും നഷ്ടപ്പെട്ടു. 80-ാം വയസ്സിലാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളാൽ മരിക്കുന്നത്. പിന്നീട് അമ്മയ്ക്ക് ലാലും ലാലിന് അമ്മയും എന്ന രീതിയായിരുന്നു ഇരുവരും ജീവിച്ചിരുന്നത്. ആര് വീട്ടിലേക്ക് വന്നാലും സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തി ഊട്ടുന്ന പ്രകൃതകാരി. മകന്റെ വിശേഷങ്ങളടക്കം വാതോരാതെ പങ്കുവയ്ക്കും. എപ്പോഴും എനർജറ്റിക്കായ അമ്മ. ലാളിത്യം നിറഞ്ഞ വസ്ത്രധാരണവും എപ്പോഴും ചിരിക്കുന്ന മുഖവും ചുവന്ന വട്ടപ്പൊട്ടുമായിരുന്നു ശാന്തകുമാരി അമ്മയുടെ അടയാളം. അമ്മയ്ക്ക് മുൻപിൽ ലാലേട്ടന്റെ എനർജിയൊക്കെ ഒന്നുമല്ല എന്നാണ് കുടുംബത്തോടടുത്ത് ഇടപഴകിയിട്ടുള്ളവർ പറയാറുള്ളത്. 70കളിലേക്ക് കടന്ന ശേഷമാണ് ശാന്തകുമാരിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഓരോന്നായി വന്നു തുടങ്ങിയത്. പക്ഷാഘാതം വന്ന ശേഷമാണ് ശാന്തകുമാരി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി തുടങ്ങിയത്.
അമ്മയുടെ പ്രായത്തിലുള്ള മറ്റമ്മമാർ ആരോഗ്യത്തോടെ നടന്നു പോകുമ്പോൾ താൻ ഓർക്കാറുള്ളത് അമ്മയുടെ അവസ്ഥയാണെന്ന് നടൻ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ കിടപ്പിലായിരുന്നുവെങ്കിലും സംസാരിക്കുമായിരുന്നു. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിയതോടെ സംസാരിക്കാതെയായി. എന്നിരുന്നാലും അമ്മയിൽ നിന്നും മറുപടി വന്നില്ലെങ്കിലും തൻ്റെ എല്ലാ വിശേഷങ്ങളും നടൻ അമ്മയെ അറിയിക്കുമായിരുന്നു. ജീവിതത്തിൽ എന്ത് നല്ല കാര്യം സംഭവിച്ചാലും ആ സന്തോഷം ആദ്യം പങ്കിടുന്നതും അമ്മയോടാണ്. അമ്മയുടെ ആരോഗ്യനില വഷളാകുമ്പോൾ താൻ ഒരു ധൈര്യത്തിന് എന്നോണം ആദ്യം സമീപിക്കാറുള്ളത് മാതാ അമൃതാനന്ദമയിയെയാണെന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എത്ര തിരക്കിനിടയിലാണെങ്കിലും അമ്മയുടെ ഒരു കാര്യങ്ങൾക്കും മോഹൻലാൽ മുടക്ക് വരുത്തിയിരുന്നില്ല. കുഞ്ഞുങ്ങളെ പരിപാലിക്കും പോലെയാണ് അമ്മയെ മോഹൻലാലും കുടുംബവും ശുശ്രൂഷിച്ചിരുന്നത്. അമ്മയിൽ നിന്ന് തന്നെയാകണം ആ ഗുണം ലാലിന് കിട്ടിയത്. കാരണം മറവി രോഗം ബാധിച്ച അച്ഛനെ അവസാന കാലത്ത് അമ്മ എങ്ങനെയാണ് അങ്ങനെ ശുശ്രൂഷിച്ചിരുന്നത് എന്ന് ഒരിക്കൽ മോഹൻലാൽ പറഞ്ഞിരുന്നു. മറവി രോഗത്തിന്റെ പിടിയിലായ അച്ഛന്റെ അവസാന കാലത്ത് അമ്മ നൽകിയ കരുതലും സ്നേഹവും എന്നെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. മറവി രോഗബാധിതരായവരെ കുടുംബ ആഘോഷങ്ങൾക്കും ചടങ്ങുകൾക്കുമൊന്നും കൊണ്ടുപോകാറില്ല. എന്നാൽ അമ്മ അച്ഛനെ കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ചില നേരങ്ങളിൽ കുഞ്ഞിനെ പോലെയാണ് അമ്മ അച്ഛനെ പരിചരിച്ചത്. ഒരിക്കൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ എത്രയോ തവണ അമ്മ ക്ഷമയോടെ അച്ഛനു വേണ്ടി ആവർത്തിച്ചിട്ടുണ്ട്. അവസാന കാലത്ത് അച്ഛന് എന്നെ തിരിച്ചറിയാനാകുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. ഒരിക്കൽ ഇരുവരും ഒരുമിച്ച് എൻ്റെ സിനിമ കാണാൻ തിയേറ്ററിൽ പോയി. അമ്മയുടെ കൈപിടിച്ച് അമ്മ നൽകുന്ന വിശദീകരണങ്ങൾ ചെറിയ കുഞ്ഞിനെ പോലെ കേട്ടിരുന്ന അച്ഛനെ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അൾഷിമേഴ്സ് ബാധിതനായ ഒരാളെ നോക്കേണ്ടതെന്ന് അമ്മയോടൊരു ഡോക്ടറും പറഞ്ഞു കൊടുത്തിരുന്നില്ല. ഒന്നും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അമ്മ ചെയ്തു. അച്ഛന് കുഞ്ഞിന് നൽകുന്ന പോലെയുള്ള സ്നേഹവും കരുതലും നൽകിയെന്നാണ് അമ്മയെക്കുറിച്ചൊരിക്കൽ മോഹൻലാൽ പറഞ്ഞിരുന്നത്. അതെല്ലാം കണ്ടു വളർന്നതുകൊണ്ടാകും എല്ലാവരോടും സൗമ്യമായി പെരുമാറാൻ മഹാനടന് കഴിയുന്നത്. അതേസമയം പ്രിയ സുഹൃത്തിനെ ആശ്വസിപ്പിക്കാനും ആദരാഞ്ജലി അർപ്പിക്കാനും തിരക്കുകൾ മാറ്റിവെച്ച് മമ്മൂട്ടി എത്തിയിരുന്നു. ദീർഘനേരം മോഹൻലാലിനൊപ്പം സമയം ചെലവഴിച്ച അദ്ദേഹം മറ്റു ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. രമേഷ് പിഷാരടി, ആൻഡോ ജോസഫ്, ജോർജ്, ഹൈബി ഈഡൻ എന്നിവരും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. ശാന്തകുമാരിയുടെ 89ാം പിറന്നാൾ ദിനത്തിൽ എളമക്കരയിലെ വീട്ടിൽ വലിയ ആഘോഷം നടന്നിരുന്നു. അമ്മയുടെ വലിയ ആത്മബന്ധം മോഹൻലാലിനുണ്ടായിരുന്നു. അമ്മ കിടപ്പിലായത് ഇദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചിരുന്നു. മോഹൻലാലിന്റെ ദുഃഖത്തിൽ പങ്കുചേരാൻ മമ്മൂട്ടി എത്തിയത് ആരാധകരെ വികാരഭരിതരാക്കി. പകരം വെക്കാനില്ലാത്ത സൂപ്പർ താരങ്ങളായ ഇവരുടെ സൗഹൃദത്തിൽ ഒരിക്കലും കോട്ടം വന്നിട്ടില്ല. സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഇവർ ഒരുമിച്ച് നിന്നു. മമ്മൂട്ടി അസുഖബാധിതനായപ്പോൾ മോഹൻലാൽ ഇദ്ദേഹത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയിരുന്നു. സിനിമാ രംഗത്തെ നിരവധി പേർ ഇതിനോടകം മോഹൻലാലിന്റെ വസതിയിലെത്തി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ സ്ഥാനത്തിരുന്ന അമ്മേ പ്രണാമം. അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി എന്നാണ് മേജർ രവി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സ്നേഹനിധിയായ അമ്മയുടെ വാത്സല്യം നുകരാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു മുകേഷിന്റെ പ്രതികരണം. ബി ഉണ്ണികൃഷ്ണനും വൈകാരികമായാണ് അനുശോചനം അറിയിച്ചത്. അവർ എൻ്റെ മൂത്ത സഹോദരി കൂടിയായിരുന്നു. തിരുവനന്തപുരത്തെ എൻ്റെ കോളേജ് പഠനകാലത്ത് അവർ എനിക്ക് ചൊരിഞ്ഞു തന്ന സ്നേഹവും കരുതലും ഒരിക്കലും മറക്കാനാകില്ല. ലോകത്തിന് മഹാനായ ഒരു കലാകാരനെയാണ് അവൾ സമ്മാനിച്ചത്. അതിലുപരി അതുല്യനായ ഒരു മനുഷ്യനെ കൂടി വളർത്തിയെടുത്തു. ലാൽ സാർ, അമ്മയുടെ സ്നേഹം താങ്കളുടെ ഓരോ ചുവടുവെപ്പിലും പ്രതിധ്വനിക്കും. ഈ വലിയ ദുഃഖത്തിൽ താങ്കൾക്കൊപ്പം പങ്കുചേരുന്നു എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ കുറിച്ചത്. ലാലേട്ടന്റെ അമ്മയെ കാണാനായി ലേഖയ്ക്കൊപ്പം MGയും പോയിരുന്നു. അമ്മയായിരുന്നു ലാലുവിന്റെ ലോകമെന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് വിഷമമുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് അറിയുന്നതാണ്. പൂജപ്പുരയിലായിരുന്നല്ലോ അവർ. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. അവിടെ ചെല്ലുമ്പോഴെല്ലാം അമ്മ ഭക്ഷണം വിളമ്പി തന്നിട്ടുണ്ട്. അമ്മയ്ക്ക് വയ്യെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. ഇന്നലെ ലാലുവിനെ വിളിച്ചിരുന്നു. ഇവിടെ തുടക്കം ഷൂട്ടിംഗ് നടന്നു വരികയാണ്. അമ്മയ്ക്ക് തീരെ സുഖമില്ല ശ്രീകുട്ട എന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിരുന്നതാണ്. കുറച്ചു മുന്നെയാണ് ഞാൻ ഇതേക്കുറിച്ച് അറിഞ്ഞത്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ വിളിക്കാറുണ്ട്. അമ്മയ്ക്ക് വയ്യായിരുന്നു എന്നെനിക്ക് അറിയാമായിരുന്നു. അതാണ് ലാൽ എങ്ങും പോകാതെ ഇവിടെ തന്നെ തുടർന്നതും. അമ്മ എന്ന് പറഞ്ഞാൽ ലാലിന് എല്ലാമാണ്. എനിക്കും അങ്ങനെയാണ്. ഒരുപാട് വിഷമമുണ്ട്, ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ ഇപ്പോഴുള്ള ടീം തന്നെയായിരുന്നു അപ്പോഴും. സ്കൂളിൽ നിന്നും കളിയൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ കാപ്പിയും മധുര പലഹാരങ്ങളും ഒക്കെ തന്ന ഒരമ്മ. ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നുമായിരുന്നു MG ശ്രീകുമാർ പറഞ്ഞിരുന്നത്. ലാലിനെ പോലെ തന്നെയാണ് ഞാൻ ചെന്നാലും മോനെ വാ എന്ന് പറഞ്ഞ് വിളിക്കും. ഒരുപാട് സംസാരിക്കും. അച്ഛനും അതുപോലെ നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹവും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 2 മാസം മുൻപായിരുന്നു ഒടുവിലായി ഞാൻ അമ്മയെ കണ്ടത്. അന്ന് ആളുകളെയൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോവാൻ തുടങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.
കുട്ടിക്കാലം മുതലേ തുടങ്ങിയ ബന്ധമാണ് മോഹൻലാലും MG ശ്രീകുമാറും. സിനിമയായിരുന്നു സ്വപ്നമെങ്കിലും ഇടയ്ക്ക് ബാങ്കിംഗ് മേഖലയിൽ ജോലി ചെയ്തിരുന്ന MG പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് സിനിമയിലേക്ക് തന്നെ വരികയായിരുന്നു. സിനിമാ മേഖല അത്ര നല്ലതല്ലെന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇത് തന്നെ ജീവിതം എന്ന നിലപാടിലായിരുന്നു MG. സിനിമയിലെത്തി പേരെടുത്തതിന് ശേഷവും ഞാനും ലാലുവും പഴയതുപോലെയാണ്. ലാലുവിന് വേണ്ടി ഒത്തിരി പാട്ടുകൾ പാടാൻ പറ്റി. ലാലേട്ടന്റെ ശബ്ദം പോലെ തന്നെയെന്ന് ആരാധകർ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അന്നത്തെ അതേ സൗഹൃദം നിലനിർത്തി മുന്നേറുകയാണ് ഇരുവരും. ഇടയ്ക്ക് MGക്കൊപ്പം ചാനൽ പരിപാടിയിലേക്ക് മോഹൻലാൽ എത്തിയിരുന്നു. ലാലേട്ടനെ ചോദിക്കുന്ന കുരുന്ന് ഗായകരെ കുറിച്ചും MG പറയാറുണ്ട്. ഇടയ്ക്ക് ടോപ്പ് സിംഗറിലേക്ക് അതിഥിയായി മോഹൻലാൽ എത്തിയിരുന്നു. ജീവിത വിശേഷങ്ങളും ഇരുവരും അന്ന് പങ്കുവച്ചിരുന്നു. ലാൽ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല എന്നായിരുന്നു MG ശ്രീകുമാർ പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.